കേരളത്തിൻ്റെ ഭൂവിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. വിസ്തീർണത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗം അറബിക്കടൽ. പുതുച്ചേരിയുടെ ഭാഗമായുള്ളതും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്രദേശം മാഹി. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം മലനാട്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48%. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എത്ര മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്? 75 മീറ്റർ. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് എവിടെ? ആനമുടി. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന മല ആനമല. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏലമല. ആനമലയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം നീലഗിരി. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകൂടം. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2001. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം മീശപ്പുലിമല. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി അഗസ്ത്യാർകൂടം. മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ തേയില, കാപ്പി, റബ്ബർ, ഏലം. വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗം ബ്രഹ്മഗിരി കുന്നുകൾ.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? മലനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഇടനാട്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 42. കേരളത്തിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ്. ഇടനാടുകളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകൾ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല? കണ്ണൂർ. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല? കൊല്ലം. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക്? ചേർത്തല. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? മുഴുപ്പിലങ്ങാട്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ? ഇൽമനൈറ്റ്, മോണസൈറ്റ്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ? തൃശ്ശൂർ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ? നെല്ല്, തെങ്ങ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം? എക്കൽ മണ്ണ്. പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? 6. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? 2013. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച സമിതി? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി.